അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് കേട്ടോ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് സ്പെഷ്യൽ പൊതിച്ചോറാണ് കേട്ടോ. ഈ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ പിന്നെ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മുന്നൊരു ദിവസം നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കിന് കേട്ടോ. അത് നമ്മളെ ഉമ്മമ്മയൊക്കെ ഉണ്ടായിനി, മുട്ടി ഓലൊക്കെ വിരുന്ന് വന്നപ്പോ കുറേ ചോറ് നല്ല രസമുണ്ട്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും പൊതിയുമ്പോലും എല്ലാവരും പേരൊക്കെ എഴുതിക്കാണ്ട് കുട്ടികൾക്ക് വേറെ അമ്മക്ക് വേറെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിനി കേട്ടോ അന്ന്. പിന്നെ അതിന്റെ ശേഷം നമ്മള് പൊതിച്ചോറ് ഉണ്ടാക്കില്ല. അപ്പൊ എന്നോ വിചാരിച്ചിട്ടുണ്ട് പൊതിച്ചോറ് ഉണ്ടാക്കാന്ന്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവൂല. അപ്പൊ ഇന്നും നമുക്ക് അച്ചാറൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഉമ്മ പറഞ്ഞ അച്ചാർ ഉപ്പാണ്ട് ഇടാന്ന്. അങ്ങനെ ഉമ്മ ഇപ്പൊ ഒരു പെട്ടെന്നൊരു അച്ചാർ ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അച്ചാർ ഉണ്ടാക്കാൻ ഇതാ ബീട്രൂട്ട് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ബീട്രൂട്ട് ഇട്ട് കണ്ടാട്ടോ അച്ചാർ ഉണ്ടാക്കണത്. ഇതിപ്പോ എന്തൊക്കെയാ ഇട്ടമ്മ? ഏഹ് ഓർക്കാണ് കേക്കില്ല. എണ്ണ ചൂടാക്കിക്കാണ്ടേ കടുകും ഉലുവയൊക്കെ ഇടുക. പിന്നെ അതിക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ ഇട്ടണ്. പിന്നെ അതാ മുളകും പൊടി. ഉമ്മാൻ്റെത് സാധാ മുളകും പൊടി ഉണ്ടോ, കാശ്മീരി മുളകും പൊടി ഒന്നല്ല. പിന്നെ മുളകും പൊടി ഇടുന്നുണ്ട്. പെട്ടെന്നൊരു അച്ചാർ കിട്ടും. നമുക്ക് പൊതിച്ചോറാകുമ്പോ അച്ചാറ്, ചമ്മന്തി, പിന്നെ എന്താ മുട്ട പൊരിച്ചതൊക്കെയാണല്ലോ അതിന്റെ മെയിന്. അപ്പൊ ഉമ്മ എന്നാ പെട്ടെന്നൊരു അച്ചാർ ഉണ്ടാക്കാൻ അരച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാട്ടെ. ഈ ബീട്രൂട്ടിനെ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇട്ടാണ്ട് ഒന്ന് കറക്കീന് കേട്ടോ. ഭയങ്കര ഇഷ്ടാട്ടോ ഈ പൊതിച്ചോറിനോട്. അതേപോലെ സദ്യ അങ്ങനത്തെ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടാട്ടോ. അപ്പൊ എന്നോ ഞാൻ പറയുന്നുണ്ട് പൊതിച്ചോറ് ഉണ്ടാക്കുക. പിന്നെ അങ്ങനെ ഉണ്ടാക്കൂല. അപ്പൊ ഇന്നാണ് ഇപ്പൊ അതിന് ഒത്തു വന്നത്. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ച. അപ്പൊ ഉപ്പേരി ആയിട്ട് ഉപ്പേരി ആയിട്ട് വെണ്ടക്കുപ്പേരി, പിന്നെ വഴുതനങ്ങ ഉപ്പേരി കേട്ടോ. രണ്ട് വൈപ്പുള്ള ഉപ്പേരിയാണല്ലേ അമ്മ. ചോറ് ഇറങ്ങിപ്പോ. പിന്നെ മുട്ട പൊരിക്ക, അച്ചാറ്, ചമ്മന്തി അതൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. കറി പിന്നെന്താ? കറി വേണ്ട. കറി ഉണ്ടാവലുണ്ട് പൊതിച്ചോറിൽ. ഞങ്ങൾക്ക് പിന്നെ ഉപ്പേരി ഉണ്ടായാലും അങ്ങനെ കറിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മളത് വെറൈറ്റി പൊതിച്ചോറാണ്. കറി വേണ്ടാന്ന് അമ്മ പറയുന്നത്. കറി ഇല്ലാതെ നമുക്ക് ഇത് മാത്രം കൂട്ടിയിട്ട് തിന്നാം. കുറെ കൂട്ടാനുണ്ടാവും, പിന്നെ കറിന്റെ ആവശ്യം ഇല്ലാണ് കേട്ടോ. അപ്പൊ നമ്മ ഉമ്മാന്റെ അച്ചാർ ഇതാ സെറ്റായി. അത്ര പണിയുള്ളൂ. ചെറിയൊരു സിമ്പിൾ അച്ചാറ്. നല്ല വെള്ളം പാരണ. പിന്നെ ചോറിലാകെ അതായിരിക്കും. ബീട്രൂട്ടും ആയതുകൊണ്ട് നല്ല ചോറ് പോയി കളറേക്കാരമ്മ. അപ്പൊ അച്ചാറ് റെഡി ആയിട്ടോ. പിന്നെ തേക്കുമ്പോ ഉപ്പ് സുറുക്കി ഇട്ടെടുത്തു. വേറെ തുട്ടിയില്ലല്ലമ്മ. അച്ചാറ് റെഡി. അത് കുറച്ചേരം അങ്ങനെ നിക്കണം, എന്നാലേ അത് പിടിച്ച് സെറ്റ് ആവുള്ളൂ. അപ്പൊ രാവിലെ തന്നെ ചായപ്പൊടി കഴിഞ്ഞാൽ നമ്മ അച്ചാർ ഉണ്ടാക്കാട്ടോ. ക്ലീൻ ആക്കിട്ടോ. ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കേക്ക് ക്ലീൻ ആക്കിക്കണേ. പിന്നെ എന്നിട്ടാണ് അച്ചാർ ഉണ്ടാക്കാനും വേണ്ടി നിന്നത്. അച്ചാർ ഇതായോണ്ട് നമുക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാം. ഇപ്പൊ നമ്മള് ബീട്രൂട്ട് അച്ചാറ് സെറ്റ് ആയിട്ടോ. ജസ്റ്റ് ഒന്ന് വേവണം എന്തെങ്കിലും കടന്നിട്ട്. അപ്പൊ നല്ല രസാണെന്ന് പറയണത് കേട്ട്. നല്ല എരുണ്ടുമ്മ. കൊറേ പച്ചമുളക്, ഈ കാണൊക്കെ ചോണ പച്ചമുളകാ. നല്ല എരുണ്ട്. തെളിച്ചൊക്കെ കാണാൻ കേട്ടോ. പക്ഷെ വെയിലിറക്കും മൂടും അങ്ങനെയാണ് ഇപ്പൊ ഇന്ന്. വെയിൽ ഇറക്കണ കണ്ട നമ്മള് തിരുമ്പിയതൊക്കെ പുറത്തേക്ക് ഇടുമ്പോ അപ്പനായിട്ട് മൂടും ചെയ്യും. ഏതായാലും തിരുമ്പിയൊക്കെ പുറത്തേക്ക് ഇടട്ടെ. കുറെ ഉണ്ട് ഇന്നലെ തിരുമ്പിയതൊക്കെ ഉണ്ട് അവിടെ സൈഡ് കിടക്കണം. അതൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്കൊക്കെ ഇടട്ടെ കേട്ടോ. പൊതിച്ചോറിനുള്ള ഉപ്പേരികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കണം കേട്ടോ ഉമ്മച്ചി. അപ്പൊ ഉമ്മച്ചിനോട് അണിച്ച് പോയി അടിച്ചേരി തുടച്ചിക്കോ, സാധനമൊക്കെ ഞാൻ റെഡിയാക്കാം. ഉമ്മാക്ക് അടിച്ചേരി തുടക്കാനാണ് പണി. പക്ഷെ കുക്കിംഗ് ഉമ്മാക്ക് ഭയങ്കര സ്പീഡാ. പെട്ടെന്ന് ഉമ്മാക്കും. അപ്പൊ ഉമ്മ അണിച്ച് പോയാണ്ട് ഇതാക്കിക്കോ, ഞാൻ ഇത് റെഡിയാക്കിക്കോളാം. അപ്പൊ ഉമ്മ ഉപ്പേരി സാധനമൊക്കെ സെറ്റ് ആകട്ടെ. അപ്പൊ നമുക്ക് വീടൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഡൈനിങ് ഹാളൊക്കെ ആകെ അരപ്പായി കിടക്കാൻ കാണിച്ചു തരാം. അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അല്ലെ. മേശമ്മ കുറെ സാധനം ഉണ്ട്. പിന്നെ സോഫയൊക്കെ അങ്ങനെ ഇങ്ങനെ വിരിച്ചതൊക്കെ അത് ഇതൊക്കെ ആയിട്ട് കിടക്കാണ്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. തിരുമ്പാനുള്ളത് ഇവിടെ ഉരുട്ട് പോയിന് ഓന്. ഓൻ്റെ റൂമിന്റെ കോലം എന്താന്ന് പോയൊക്കെ ഒക്കെ കടന്ന് നീച്ച് പോയിട്ട് കണ്ടില്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് വിരിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. അത് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മള് കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കണ്ട കേട്ടോ. പച്ച വഴുതനയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇപ്പൊ വഴുതന അതാടെ ഉപ്പേരി. ഇവിടെ അതാ വെണ്ടയ്ക്ക ആയോണ്ടൊക്കെ ഉണ്ട്. ഒക്കെ ഒന്ന് മസാല ഇല്ലാത്ത ഉപ്പേരികളല്ലേ നമുക്ക് ഉമ്മാക്ക് ഇങ്ങനെ കേട്ടോ ഇഷ്ടം വെണ്ടക്ക ഉപ്പേരിയൊക്കെ വെക്കണത്. നമ്മൾ ഈ തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ട് വെക്കുമല്ലോ, അത് ഉമ്മാക്ക് ഇഷ്ടമല്ല. ഉമ്മാക്ക് ഇങ്ങനെ കടുക് പൊട്ടിച്ച് ഉള്ളിട്ട് ഇങ്ങനെ വെക്കണതാ ഇഷ്ടം. പിന്നെ നമ്മളെ വഴുതന എനിക്ക് പിന്നെ ഇതും ഇഷ്ടമാണ് മറ്റേതും ഇഷ്ടമാണ്. രണ്ടും തിന്നും.
വൈതന എനിക്ക് ഇതിലേറെ ഇഷ്ടം മറ്റേ കളറുള്ളതാണ്, വയലറ്റില്ലേ, അതാ ഇഷ്ടം. അപ്പൊ ഇത് അവിടെ ആയോണ്ടിട്ടുണ്ട്. ചോറ് സെറ്റ് വെന്തിട്ടോ, ചോറ് റെഡിയായി. ചോറ് ഇതാ വെന്ത് റെഡിയായി. നമ്മള് രണ്ടാളായോണ്ട് കുറച്ച് ചോറ് വെച്ചിട്ടുള്ളൂ, ടൈസമോളും അല്ലേ ഉള്ളൂ. അപ്പൊ കുറച്ച് ചോറ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാന് വാഴന്റെ ഇല വെട്ടാൻ പോവാ. ഞാൻ തിരുമ്പിയതൊക്കെ അതാ പുറത്തേക്ക് ഇട്ടപ്പോത്തിനു മഴ അതാ വീണ്ടും വരുന്നേ. ഞാൻ പുറത്തേക്ക് ഇടാൻ നോക്കിക്ക മഴ അപ്പട്ട് വരും. അപ്പൊ നമുക്ക് വാഴന്റെ ഇല വെട്ടാം. ഇവിടെ നല്ലൊരു ഇല കണ്ടു വരികയാണ് ഞാന്. ഇയാളെയാണ് ഞാൻ വെട്ടാൻ ഉദ്ദേശിച്ചത്. ഉണ്ടല്ലേ, നല്ല ഇല. ഇതിന് ഈ മേലത്തേനും കൂടി വെട്ടാം. ഇല കിട്ടിട്ടോ, വാട്ടിയിട്ട് തേച്ച് കഴുകണം. തിരുമ്പിയതൊക്കെ എടുക്കട്ടെ കേട്ടോ, മഴ എപ്പോൾ പെയ്യും തോന്നുന്നുണ്ട്. വായനൊക്കെ ഞാനിട്ടോ വാട്ടി കഴുകി തുടച്ചൊക്കെ സെറ്റാക്കിക്കണ്. ചോറും കൂട്ടാനും ഇതാ അതും എടുത്ത് വെച്ചിക്കണേ. നമുക്ക് തീക്കൊന്ന് വെച്ച് സെറ്റാക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചോറ് ഇടാം. ഐസമോക്ക് ഞാന് മുട്ട പൊരിച്ചണം കേട്ടോ, ഉപ്പ് മാത്രം ഇട്ടിട്ട്. ആ ഈ ഇലയിൽ നറക്കുമ്പോഴേ നമുക്ക് തീരെ ചോറില്ല തോന്നും, പക്ഷെ ചോറ് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. തിന്നുമ്പോ പിന്നെ തീരൂല. അപ്പൊ കുറച്ച് ചോറ് ഇടുക. പിന്നെ നമ്മളെ ഫസ്റ്റ് ഉപ്പേരി വെണ്ടക്ക, ഒക്കെ വെള്ള കളർ ഉപ്പേരികളാണ് കേട്ടോ. ഉപ്പേരി പിന്നെ അത്രയും പോവും. വെണ്ടക്ക ഉപ്പേരി. പിന്നെ അടുത്തത് വൈതന, വറ്റൽമുളക് ഇട്ട് വെച്ചതാട്ടോ വൈതന ഉപ്പേരി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ വൈതന ഇട്ടെടുക്ക. പിന്നെതാ മെയിന് ചമ്മന്തി. പിന്നെ കുറച്ച് അച്ചാർ ഇടുന്നുണ്ട് കേട്ടോ, ബീട്രൂട്ട് അച്ചാറ്. പിന്നെ മുട്ട. ഇപ്പൊ എത്രയാണ് കേട്ടോ നമ്മളെ പൊതിച്ചോറ് സാധനങ്ങൾ ഉള്ളത്. ഒരു ചെറിയൊരു തരത്തിലുള്ള ഒരു പൊതിച്ചോറ്. ഇതേക്ക് മീനില്ല, കറിയില്ല, അതൊക്കെ കുറവുണ്ട്. പക്ഷെ എന്നുള്ള പൂതിയാണ്, അപ്പൊ പിന്നെ അങ്ങോട്ട് ഉണ്ടാക്കിട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ പൊതിച്ചോറ്. ഇനി ഇത് പൊതിഞ്ഞ് വെക്കട്ടെ കേട്ടോ. ഐസമോളെ പൊതിച്ചോറാണ് കേട്ടോ. ഓക്ക് ഒന്നും വേണ്ടാന്നോള് പറഞ്ഞത്, മുട്ട പൊരിച്ചത് മാത്രം മതിയത്. അപ്പൊ കുഞ്ഞു വാഴന്റെ ഇലയിൽ ഓക്ക് കുഞ്ഞു പൊതിച്ചോറ് കേട്ടോ. 3 പൊതിച്ചോറ് റെഡി ആയിട്ടോ. പത്രം ഇല്ല കേട്ടോ, നോക്കുമ്പോ പൊതിയാനേ പത്രം ഇവിടെ വരുത്താത്തതിനോട് പത്രം ഇല്ല. അപ്പൊ ഇതാ 3, ഇത് എന്റെ ഉമ്മാൻ്റെതും ഇത് നമ്മള് കുഞ്ഞു പൊതിട്ടോ, ഐസമോളെ പൊതിയാണ്. അപ്പൊ പൊതിച്ചോറൊക്കെ സെറ്റായി. അപ്പൊ നമ്മളെ പൊതിച്ചോറൊക്കെ സെറ്റാക്കി ഞാൻ പൊതിഞ്ഞൊക്കെ വെച്ചിക്കണേ. നമുക്ക് കുളി നനയൊക്കെ കഴിഞ്ഞിട്ട് തിന്നട്ടോ, അപ്പൊ തുറക്കുമ്പോഴാണല്ലോ രസം. അപ്പൊ ഇനി തിരുമ്പാനുണ്ട്, തിരുമ്പലും കുളിയും കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കട്ടോ. അപ്പൊ സാധനമൊക്കെ സെറ്റാക്കിയാടെ വെച്ചണ്. അപ്പൊ ഇനി നമ്മൾ കുളിച്ച് വന്നിട്ട് ഞാൻ തുറക്കുമ്പോ കാണിച്ചു തരാം. ഒക്കെ സെറ്റാക്കി. ഇനി കുറച്ച് പാത്രങ്ങൾ ഉണ്ട് കേട്ടോ കേൾക്കാൻ. അപ്പൊ ഉമ്മ എന്നിട്ട് പോയി തിരുമ്പിക്കോ, ഞാൻ കേൾക്കിക്കോളാൻ പറയണം. അപ്പൊ ഞാൻ പോയി തിരുമ്പി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാട്ടോ, നമ്മള് പൊതിച്ചോറ് തിന്നാൻ അല്ലേ ഉമ്മ. കുളി നനയൊക്കെ കഴിഞ്ഞു കേട്ടോ, തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോവാണ്. നമ്മള് പൊതി തുറക്കാൻ പോവാണ് കേട്ടോ. പൊതിയില് കാര്യമായിട്ട് അങ്ങനെ പൊതിച്ചോറാകുമ്പോ കുറെ കൂട്ടാനൊക്കെ ഉണ്ടാവും, അതൊന്നും ഇല്ല. എന്നാലും നമ്മളൊരു സിമ്പിൾ പൊതിച്ചോറാണ്. അപ്പൊ നമ്മള് പൊതി തുറക്കാൻ പോകട്ടോ. എനിക്ക് ഉണ്ടല്ലോ വിശക്കുണ്ട് കേട്ടോ, കൊറേ നേരമായില്ലേ തിന്നാതെ അങ്ങനെ നിക്കണം. അപ്പൊ വിശക്കുണ്ട്. അപ്പൊ വേഗം പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഐസമോക്ക് അതിന്റെ ഇടയിൽ കൊടുത്തിട്ടോളെ പൊതി തുറന്ന് കൊടുത്ത്. അപ്പൊ ഞാനും ഉമ്മയുണ്ട്, ഞങ്ങള് തിന്നട്ടെ കേട്ടോ. അപ്പൊ നിങ്ങക്ക് കാണിച്ചു തരട്ടോ എങ്ങനെ ഉണ്ട് നമ്മളെ പൊതി എന്നൊക്കെ. തിന്നട്ടെ എന്നിട്ട് നമ്മളെ പൊതി. ഐസമോള് ഓളെ പൊതിയൊക്കെ തുറന്ന് ഓള് തിന്ന്. ഐസമോളെ ഓളയില് കാര്യമായിട്ട് ഓളയില് ഒന്നും ഇട്ടില്ല കേട്ടോ, ഓളയില് മുട്ട മാത്രം ഇട്ടിട്ടുള്ളേ. ഇതാട്ടോ നമ്മളെ പൊതിച്ചോറ്. ചിക്കനും മീനും അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ നമ്മളെ പൊതിച്ചോറില്. അതിനിങ്ങനെ പൂതിട്ടോ തിന്നാനും വേണ്ടിട്ട്. അപ്പൊ ഇന്ന് 2 ഉപ്പേരിയൊക്കെ ഉപ്പേരി ഉണ്ടാക്കാനുണ്ട്. അപ്പൊ എന്നാ പിന്നെ ഏതായാലും ആ അപ്പൊ ഏതായാലും ഉണ്ടാക്കാൻ വിചാരിച്ചാണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ട് ഇതൊക്കെ നിങ്ങള് കമന്റ് ഇടേണ്ടി കേട്ടോ. ഒന്ന് ഒറിജിനൽ ആയില്ല നമുക്ക് അറിയാം, എന്നാലും നിങ്ങള് കമന്റ് ഇടേണ്ടി എങ്ങനെ ഉണ്ട് എന്നുള്ള. പൊതിച്ചോറ് ഇഷ്ടമല്ലോലൊക്കെ ഒന്ന് പറയണ്ടി കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊതിച്ചോറ്. ചട്ടിച്ചോറ് തിന്നാ എന്നോ ഉണ്ട് പൂതി, പക്ഷെ കിട്ടിയിട്ടില്ല ഇതുവരെ. ഒരു ദിവസം നമുക്ക് തിന്നണം ഇൻഷാ അള്ളാ. എനിക്ക് എന്നോ ഉള്ള പൂതിയാ, ഇതുമോള് വെള്ളയുള്ള പൂതിയാണ് ചട്ടിച്ചോറ് കേട്ടോ. അന്ന് ഇതേപോലെ പൊതിച്ചോറിന് പൂതിയാണ് പൊണ്ണു എനിക്ക് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയത്. അന്നാണ് ആദ്യമായിട്ട് തിന്നണത്. അപ്പൊ എങ്ങനെയുണ്ട് ഇതൊക്കെ നിങ്ങൾ കമന്റ് ഇടുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അടിക്കുക. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ.